അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയനായ അധ്യക്ഷൻ, അലൈൻ കേരള മാപ്പിളക്കല അക്കാദമിയുടെ പ്രസിഡൻറ്റ് കെ അബ്ദുസ്സലാം സാഹിബ്, ധന്യമായ ഈ വേദിയെയും ഈ സദസ്സിനെയും സമ്പുഷ്ടമാക്കിയ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മാന്യ വ്യക്തിത്വങ്ങളെ, 10 മിനിറ്റ് തന്നെ പ്രസംഗിക്കണോ എന്ന സംശയത്തിലാണ് ഞാൻ. ശബ്ദമില്ല. നിങ്ങൾക്കൊരു സന്തോഷകരമായൊരു കാര്യം കൂടിയാണത്. ഞാൻ എല്ലാ വേദികളിലും കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ട്. ഞാൻ പാട്ട് പാടാറില്ല, കവിയല്ല, പക്ഷേ ചിലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിക്കും. അങ്ങനെ എഴുതി വെച്ച വരികളിൽ എൻ്റെ മനസ്സിനേറെ എനിക്ക് തന്നെ സ്വാധീനിച്ച ഒരു 4 വരി, അതാണ് ഈ സ്നേഹദൂതിൻ്റെ മുമ്പിൽ ഞാൻ സാധാരണ സമർപ്പിക്കാറുള്ള സന്ദേശം. ഇവിടെ ഒരു സന്തോഷം കൂടിയുണ്ട്. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ ആസാദ് മൂപ്പൻ, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആദ്യമായി UAE വന്നപ്പോൾ 11 സംഘടനയാണ് എൻ്റെ ഓർമ്മ. അത് കോർത്തിണക്കിയ ഒരു ഇഫ്താർ മീറ്റിൽ സംസാരിക്കാൻ അവസരമുണ്ടായപ്പോൾ അതൊരു നല്ല അനുഭവമായിരുന്നു, ഒരു സ്നേഹത്തിൻ്റെ സംഗമം. ഇവിടെ മനുഷ്യ മനസ്സുകളുടെ ഈ കൂട്ടായ്മ ഏറെ സന്തോഷവാനാക്കുമ്പോൾ ഞാൻ ആ സന്ദേശം വരികളിലൂടെ ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. ഞാൻ പാടുകയല്ല, പറയുകയാണ്. ആ പറച്ചിലുള്ള ആശയം നിങ്ങൾ നെഞ്ചോട് ചേർക്കണം, മനസ്സിൽ ആവാഹിച്ചെടുക്കണം എന്നാണ് അപേക്ഷിക്കാനുള്ളത്. അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ, അടരാടി നേടി തന്നതാണ് മണ്ണ് പൂക്കളെ. അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ, അടരാടി നേടി തന്നതാണ് മണ്ണ് പൂക്കളെ. ഏറെ സഹിച്ചു മൃത്യു വരിച്ചോരയോർക്കണം, എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം, എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം. ഈ മെസ്സേജാണ് നിങ്ങൾക്ക് സമർപ്പിക്കാനുള്ളത്. നമ്മളൊക്കെ ജീവിതത്തിൻ്റെ ഒരറ്റം മുട്ടിയപ്പോൾ, നമ്മുടെ വീടിൻ്റെ ഉള്ളറകൾ നിറഞ്ഞു നിന്ന് നമ്മുടെ സഹോദരിമാരുടെ മുഖം കണ്ടപ്പോൾ കടൽ കടന്നവരാ. വൃദ്ധരായ മാതാപിതാക്കളുടെ ഒട്ടിയ കവിളും കുഴിയിൽ ചാടിയ കണ്ണും കണ്ടപ്പോൾ ബ്രീഫ് കേസും പിടിച്ച് വിമാനം കയറിയവരാണ് നമ്മളൊക്കെ. ജീവിതത്തിൻ്റെ ഒരറ്റം മുട്ടിക്കാൻ ഏറെ പ്രയാസപ്പെട്ടപ്പോൾ വീട്ടിൽ നിന്ന് ബ്രീഫ് കേസും പിടിച്ച് വിമാനത്താവളത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ പിഞ്ചോമന മക്കൾ 2 കൈവിരലുകളിൽ തൂങ്ങിപ്പിടിച്ച് അച്ഛൻ പോകരുത്, അല്ലെങ്കിൽ പിതാവ് പോകരുത്, അല്ലെങ്കിൽ ജ്യേഷ്ഠൻ പോകരുതെന്ന് പറഞ്ഞ് ആർത്തട്ടഹസിച്ച് പൊട്ടിക്കരഞ്ഞ് കാണും. വൃദ്ധരായ നൊന്തു പ്രസവിച്ച നമ്മുടെ പ്രിയപ്പെട്ട മാതാവും, മുതുകിൽ ഭാരം പേറി ചുമന്ന നമ്മുടെ പ്രിയപ്പെട്ട പിതാവും നമ്മളെ മാറോട് ചേർത്ത് പിടിച്ച് നമ്മളെ യാത്ര അയക്കുമ്പോൾ വൃദ്ധരായ ഞങ്ങൾക്ക് താങ്ങായി, തണലായി, ഊന്നുവടിയായി നിൽക്കേണ്ട മകൻ അങ്ങ് ഗൾഫിലേക്ക് പറക്കുമ്പം ഈ ജന്മത്തിൽ അവനെ കാണുമോ എന്ന ആശങ്കയുമായി നമ്മെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞ് കാണും. അതിലൊക്കെ പുറമെ നമ്മുടെ ജീവിതത്തിന് മാനം നൽകിയ നമ്മുടെ പ്രിയപ്പെട്ടവൾ, നോക്കത്താ ദൂരത്ത് നമ്മൾ കണ്ണു മറയുന്നത് പോലെ വാതിൽപ്പാളിക്ക് അപ്പുറത്ത് നിന്ന് നിറമനസ്സുമായി പ്രാർത്ഥനയോടുകൂടി നമ്മളെ യാത്ര അയച്ചു കാണും. അങ്ങനെ നമ്മളിങ്ങോട്ട് വരികയായിരുന്നില്ല, നമ്മളെ കൊണ്ടുവരികയായിരുന്നു. എന്തുകൊണ്ടായിരുന്നു നമ്മളിങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചാൽ ജീവിതത്തിൻ്റെ പരുപരുത്ത കഠോരമായ പരീക്ഷണങ്ങളാണ്. പക്ഷെ നിങ്ങൾ വരുമ്പോഴുള്ള കേരളമല്ല ഇന്നത്തെ കേരളം. നിങ്ങളിങ്ങോട്ട് വിമാനം കയറുമ്പോഴുള്ള ഭാരതമല്ല ഇന്നത്തെ ഭാരതം. അന്ന് പൊന്നും ചിങ്ങമാസത്തിലെ പൊന്നോണം ആഘോഷിക്കാൻ നിങ്ങളുടെ വീട്ടിൽ അഹമ്മദും അഹമ്മദ് കബീറും വേലായുധനും ദാസേട്ടനും ജോസഫും ഒക്കെ ഒന്നിച്ചുണ്ടായിരുന്നു. അന്ന് ഷവ്വാലിൻ്റെ പൊന്നമ്പിളി കീറ് കാണുമ്പോൾ തക്ബീറിൻ്റെ മന്ത്രം മുഴക്കുന്ന ആ പ്രത്യേകമായ രാവുകളിൽ നമ്മുടെ വീട്ടിലേക്ക് പെരുന്നാളിൻ്റെ പൊലിമ പങ്കിടാൻ വരാൻ അയൽ വീട്ടിലെ കണ്ണനും ജോസഫും ഉണ്ടായിരുന്നു. പുതുവർഷത്തെ കാതോർക്കുന്ന നാളുകളിൽ, ക്രിസ്തുമസ് ആഘോഷിക്കുന്ന കൊച്ചു കേരളത്തിൻ്റെ തെരുവുകളിൽ ക്രിസ്തീയ സഹോദരന്മാരോടൊപ്പം കുരിശുമാലയും നമസ്കാര തഴമ്പും ചന്ദനപ്പൊട്ടും കാതോർത്ത് മനസ്സോട് മനസ്സ് ചേർത്ത് വെച്ച് ക്രിസ്തുമസ് ആഘോഷിച്ച കേരളം ഒരു കാലഘട്ടത്തിൽ നമുക്കുണ്ടായിരുന്നു. ഇന്നത്തെ കേരളം, ഇന്നത്തെ ഭാരതം തിരിച്ചു വരുമ്പോൾ പ്രവാസി ജീവിതം നയിക്കുന്ന പല അനുജന്മാർക്കും അവരുടെ ജ്യേഷ്ഠന്മാർ അവരോടൊപ്പം പെരുന്നാൾ ആഘോഷിക്കാൻ, ഓണം ആഘോഷിക്കാൻ, ക്രിസ്തുമസ് ആഘോഷിക്കാൻ നമ്മളോടൊപ്പം ഇല്ല. പലരുടെയും പിതാക്കന്മാർ പെരുന്നാളിൻ്റെയും ക്രിസ്തുമസിൻ്റെയും ഓണത്തിൻ്റെയും പൊൻപുലരിയിൽ ആ സന്തോഷത്തിൽ പങ്കുചേരാൻ നമ്മളോടൊപ്പമില്ല. രാഷ്ട്രീയത്തിൻ്റെ, മതത്തിൻ്റെ, വർഗത്തിൻ്റെ, ജാതിയുടെ അന്ധമായ വൈരം
മനുഷ്യ മനസ്സുകളിൽ തീർത്ത കടുത്ത പക, പ്രതികാരം, ആ പ്രതികാരം തീർത്ത ഭയാനകമായ ഒരു കാലഘട്ടത്തിലൂടെ ലോകത്തിന് മാതൃക തീർത്ത കൊച്ചു കേരളം പോലും ഇന്ന് നമുക്ക് മുമ്പിൽ ചോദ്യചിഹ്നമായി മാറുന്നു. ഒരു കാലഘട്ടത്തിൽ കേരളത്തിന്റെ മണ്ണിൽ നിന്നൊരു പിടി മണ്ണെടുത്ത് വാസനിച്ചാൽ ചരിത്രകാരന്മാർ പറയുന്നത് പോലെ നമ്മുടെ പിതാക്കന്മാരുടെ രക്തത്തിന്റെ ഗന്ധമുണ്ടാകും. വൈദേശിക പടയോട് ഏറ്റുമുട്ടി നമ്മുടെ പ്രിയപ്പെട്ട പിതാക്കന്മാർ നമ്മുടെ പ്രിയപ്പെട്ട മണ്ണിന്റെ വിരിമാറിൽ വീണ് മരിച്ചപ്പോ, പിടഞ്ഞു മരിച്ചപ്പോ, ആ ബാപ്പമാർക്ക്, അച്ഛന്മാർക്ക് മനസ്സിന്റെ ഉള്ളറകളിൽ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, ഒരു മോഹമുണ്ടായിരുന്നു. ഞങ്ങളുടെ മക്കളെങ്കിലും അഭിമാനകരമായ ആസ്തിക്യത്തോടുകൂടി ഭാരതത്തിന്റെ മണ്ണിൽ സ്വതന്ത്രമായി ശ്വസിച്ച് ജീവിക്കണം എന്ന് കൊതിച്ച നമ്മുടെ പ്രിയപ്പെട്ട പിതാക്കന്മാർ, ആ പിതാക്കന്മാരുടെ ആത്മാവിനോടാണ് നാം ഇന്ന് വെല്ലുവിളിയായി മാറുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയില്ലേ, ഞാൻ ചുരുക്കുകയാണ്, മഹാത്മജിയുടെ പാദസ്പർശമേറ്റ് കോരിത്തരിച്ച പവിത്രമായ പരിശുദ്ധമായ മണ്ണ്. അവിടെ എൻ്റെ കൊച്ചു പെങ്ങൾ നൊന്ത് പ്രസവിക്കാൻ വേണ്ടി 10 മാസം ഗർഭിണിയായ എൻ്റെ പെങ്ങൾ അടുത്ത ആശുപത്രിയിലേക്ക് പ്രസവിക്കാൻ ഗർഭസ്ഥ ശിശുവിനെ വയറ്റിലേറ്റി നടന്നു പോകുമ്പോ ആ സഹോദരിയുടെ അടിവയറ്റിലേക്ക് കടാരി കുത്തിയിറക്കി ആ അടിവയറ്റിൽ കിടക്കുന്ന പിഞ്ചോമന പൈതലിനെ കുന്തത്തിൽ കുത്തിയെടുത്ത് അടുത്തുള്ള ഈ പിഞ്ചോമന പൈതലിനെ സ്വന്തം പേറ്റിനോപനുഭവിക്കുന്ന സ്വന്തം മാതൃത്വത്തിന്റെ മുമ്പിൽ നിന്ന് വെട്ടിനുറുക്കി കശാപ്പ് ചെയ്യുന്ന പ്രാകൃതമായ സംസ്കാരം, അത് മതത്തിന്റെ സംസ്കാരമല്ല, അത് ഭാരതത്തിന്റെ സംസ്കാരമല്ല. തിരിച്ചറിയുക. നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാർ, ചേച്ചിമാർ, അവർ പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി പവിത്രമായ പരിപക്വമായ പരിപാവനമായ അമ്പലത്തിന്റെ തിരുസന്നിധാനത്തിൽ പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി പ്രാർത്ഥനയിൽ മുഴുകുമ്പോൾ അവരുടെ വിരിമാറിലേക്ക് നിറത്തോ കൊടുക്കുന്ന കാടൻ സംസ്കാരം, അത് ഭാരതത്തിന്റെ സംസ്കാരമല്ല, മതങ്ങളുടെ സംസ്കാരമല്ല. ഏറ്റവും അവസാനമായി നിങ്ങൾ ചിന്തിക്കുക, കോഴിക്കോട് നമ്മുടെ പ്രിയപ്പെട്ട തട്ടകത്തിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ നമുക്ക് നഷ്ടപ്പെട്ടത് 14 സഹോദരന്മാരാണ്. അവിടെ രാഷ്ട്രീയക്കാരനേക്കാൾ ഉപരി നമുക്ക് നഷ്ടമായത് 14 നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ അവിടെ വിധവകളാകുന്നതാണ് നമ്മൾ കണ്ടത്. നൂറുകണക്കിന് പിഞ്ചോമന മക്കൾ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അനാഥരാകുന്നതാണ് നമ്മൾ അവിടെ കണ്ടത്. നമ്മുടെ പ്രിയപ്പെട്ട ഡസൻ കണക്കിന് പിതാക്കന്മാർ, മാതാക്കൾ നിരാലംബരാകുന്നത് മാറാടിന്റെ മണ്ണിൽ നമ്മൾ കണ്ടു. വേണോ ഈ സംസ്കാരം? കേരള മാപ്പിള കലാ അക്കാദമി മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെയും പുലിക്കോട്ടിൽ ഹൈദറിന്റെയും ടി ഉബൈദിന്റെയും പി ടി ബിരാൻകുട്ടി വൈദ്യരുടെയും സമൂഹം, ഞങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ കേരളത്തിൽ, ഇന്നത്തെ ഭാരതത്തിൽ ഈ മെസ്സേജ് കൊണ്ട്, ഈ പ്രയത്നം കൊണ്ട് ഒരു മനുഷ്യന്റെ മനസ്സെങ്കിലും മാറ്റിക്കുറിക്കാൻ നമുക്ക് സാധിച്ചുവെങ്കിൽ ഞങ്ങൾ ധന്യരാണ്. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അല്ല ഇനില്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഞങ്ങൾക്കറിയില്ല നിങ്ങളുടെ ജാതി ഏതാണെന്ന്, മതം ഏതാണെന്ന്. ഒന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ കുടുംബങ്ങളാണ് നിങ്ങളൊക്കെ. നിങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ, കേരളത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്കൊരു അപേക്ഷയുണ്ട്. മതത്തിന്റെ പേരിൽ മാത്രമല്ല അറുകുല നടക്കുന്നത്. പകലന്തിയോളം അധ്വാനിക്കുന്ന ചെറുപ്പക്കാരൻ, അവരെ വീട്ടിൽ കാത്തിരിക്കുന്ന ഭാര്യ, പിഞ്ചോമന മക്കൾ, വൃദ്ധരായ മാതാപിതാക്കൾ, അവർക്ക് മരുന്ന് വാങ്ങി, അരിയും മല്ലിയും മുളകും വാങ്ങി, കൊടും വെയിലത്ത് കഠിനമായ ചൂടിനോട് മല്ലിട്ട് അധ്വാനിക്കുന്ന ചെറുപ്പക്കാരൻ വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയ പ്രതികാരത്തിന്റെ പേരിൽ പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ തല്ലിക്കൊല്ലുന്ന സംസ്കാരം. സ്വന്തം മക്കളുടെ കൂടെ, അച്ഛന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്ന കുടുംബ നായകനെ അവർക്ക് മുമ്പിൽ വെച്ച് പിടിച്ചു വലിച്ച് വെട്ടിനുറുക്കി കശാപ്പ് ചെയ്യുമ്പോൾ പിഞ്ചോമന മക്കൾ അച്ഛനെ കൊല്ലരുതെന്ന് തട്ടഹസിച്ച് പൊട്ടിക്കരയുമ്പോഴും ആ മക്കളുടെ മുമ്പിലിട്ട്, മാതാപിതാക്കളുടെ മുമ്പിലിട്ട് ആ കുടുംബത്തിന്റെ നായകനെ വെട്ടി നുറുക്കി കശാപ്പ് ചെയ്യുന്ന സംസ്കാരം, അത് നമുക്ക് വേണ്ട. ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാനുള്ള മെസ്സേജ് ഒന്ന് മാത്രമാണ്. നിങ്ങൾ കേരളത്തിലേക്ക് വരുമ്പോൾ അധ്വാനിച്ച് യൗവനത്തിന്റെ വസന്തകാലം മുഴുവൻ നശിപ്പിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ തേടി വരുമ്പോൾ നിങ്ങളുടെ പിതാക്കൾ നിങ്ങളെ സ്വീകരിക്കാൻ അവിടെ ഉണ്ടാകണം. നിങ്ങളുടെ കൊച്ചനുജന്മാർ സന്തോഷത്തോടു കൂടി നിങ്ങൾക്കൊപ്പം ജീവിതം പങ്കുവെക്കാൻ അവിടെ ഉണ്ടാകണം. ഇനി ഒരു സഹോദരിയും കേരളത്തിന്റെ മണ്ണിൽ വർഗീയതയുടെ പേരിൽ, രാഷ്ട്രീയ ഭ്രാന്തിന്റെ പേരിൽ ഒരു സഹോദരിയും വിധവയായിക്കൂടാ, ഒരു പിഞ്ചോമന പൈതലും അനാഥമായിക്കൂടാ. ഞങ്ങൾക്ക് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കാനുള്ളത്, നിങ്ങൾ തിരിച്ചു വരുമ്പോൾ, നിങ്ങളെ വഹിച്ചുകൊണ്ടുള്ള വിമാനം കേരളത്തിന്റെ മണ്ണിൽ ലാൻഡ് ചെയ്യുമ്പോൾ ഒരു ഗിഫ്റ്റ് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കൊണ്ടുവരണം. ഒരു ഗിഫ്റ്റ്, താഴ്മയുടെ ഭാഷയിൽ, വിനയത്തിന്റെ ഭാഷയിൽ നിങ്ങളുടെ അടിപ്പാദങ്ങൾ സ്പർശിച്ചുകൊണ്ട് അപേക്ഷിക്കാനുള്ള ആ ഗിഫ്റ്റ് എന്താണെന്നല്ലേ? അത് അമൂല്യമാണ്, പവിത്രമാണ്, പരിപക്വമാണ്. നിങ്ങൾ കൊണ്ടുവരേണ്ട ഗിഫ്റ്റ് സ്നേഹത്തിൻ്റെതായിരിക്കണം, അത് സമാധാനത്തിൻ്റെതായിരിക്കണം, സാന്ത്വനത്തിൻ്റെതായിരിക്കണം. വരും നാളുകളെങ്കിലും
അഭിമാനത്തോടു കൂടി ഒരു മനസ്സായി, ഒരു ശരീരമായി, ഒരു പിതാവിൻ്റെ ഒരു മാതൃത്വത്തിൻ്റെ മക്കളായി ജീവിക്കാൻ നമുക്ക് അവസരമുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾക്ക് സമർപ്പിക്കാനുള്ളത് മാത്രമാണ്. ഞങ്ങൾക്ക് വോട്ട് വേണ്ട, ഞങ്ങൾക്ക് ഫണ്ട് വേണ്ട. ഞങ്ങൾക്ക് വേണ്ടത് സ്വതന്ത്രമായ സാന്ത്വനത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഒരു നാളുകളാണ്. അത് ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും അതൊന്നിച്ച് നമുക്ക് ആഘോഷിക്കാം എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ധന്യമായ പവിത്രമായ ഈ സദസ്സിന് സാക്ഷികളായ ഈ നല്ല മനസ്സുകളെ കേരള മാപ്പിള കലാ അക്കാദമിയുടെ പേരിൽ ഹൃദയാവർച്ചകമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് വിട ചോദിക്കട്ടെ. നിങ്ങൾക്ക് നന്ദി. ജയ് ഭാരത്.